ഇന്നലത്തെ ആ ഒരു ജയിൽ നോമിനേഷൻ സത്യത്തിൽ അതൊരു അൺഫെയർ നോമിനേഷൻ തന്നെ ആയിരുന്നല്ലേ. ജാസ്മിനോ അതുപോലെ ജിൻഡോയോ ജയിലിലേക്ക് പോകേണ്ട ആളുകളല്ല. അതായത് ബിഗ് ബോസ് പറഞ്ഞ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ അവർ ജയിലിലേക്ക് പോകേണ്ട ആളുകളല്ല. ബിഗ് ബോസ് പറഞ്ഞത് എന്താണ്, ഈ 50 ദിവസം കൊണ്ട് ഈ വീട്ടിൽ ആക്റ്റീവ് അല്ലാത്ത ആളുകളെ ജയിലിലേക്ക് പറഞ്ഞു വിടാം. ഈ 50 ദിവസം എന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡ് ഉൾപ്പെടെയാണ്. വൈൽഡ് കാർഡ് ഇടയ്ക്ക് കയറുന്നെന്നും പറഞ്ഞ് അവരുടെ കാര്യം നോക്കാതെ ഇരുന്നിരിക്കാൻ പറ്റില്ല. അതിനകത്തും ആക്റ്റീവ് അല്ലാത്ത ആളുകളുടെ പേര് പറയണം. ഇതാണ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ആദ്യത്തെ 1-2 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞത് ആരുടെ പേരാണ്? ജാസ്മിൻ്റെ പേര്. എന്തുകൊണ്ടാണ്? ജാസ്മിനെയോ ജിൻഡോയോ ഗബ്രിയോ ഒക്കെ എല്ലാവർക്കും എടുത്തിട്ട് അലക്കാൻ പറ്റുന്ന പേരുകളാണ്. ഇവരെയൊക്കെ ആരും എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. അതേസമയം മറ്റുള്ളവരുടെ പേര് പറഞ്ഞാൽ ആ ഒരു പേര് പറയുന്നതിൻ്റെ ഒറ്റ റീസൺ കൊണ്ട് അവരെ ശത്രുവായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെല്ലാം മറ്റുള്ളവരുടെ പേര് പറയാൻ മടി. ഇവരൊക്കെ എന്തായാലും പുറമെ എല്ലാവരും ശത്രുക്കൾ തന്നെയാണ്. ജിൻഡോയ്ക്കും അവിടെ എല്ലാവരും ശത്രുക്കളാണ്. ജാസ്മിനും ഗബ്രിക്കും ഒക്കെ എല്ലാവരും ശത്രുക്കൾ തന്നെയാണ്. കാര്യം അവർ ഗെയിം കളിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും അവർ ഗെയിം കളിക്കുന്നുണ്ട്. ഇന്നലെ ബിഗ് ബോസ് അത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും എന്താണ് കാണിച്ചത്? ആദ്യമേ പവർ ടീമുകാർ പോയി ജിൻഡോയുടെ പേര് പറഞ്ഞു. എനിക്കറിയാം ജിൻഡോയുടെ പേര് മാത്രമേ പറയൂ, കാര്യം അതിൽ ഗബ്രിയുണ്ട്. മാത്രമല്ല 2 ദിവസം മുന്നേ നടന്ന ആ ഒരു പവർ ടാസ്കിൻ്റെ പേരിൽ നമ്മുടെ മുടിയനും ശരണ്യയും കൂടെ നമ്മുടെ ജിൻഡോയുടെ എതിരായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അവരും കൂടെ ചേർന്ന് തന്നെയാണ് ഈ ഒരു നോമിനേഷനിലേക്ക് കൊണ്ടുവന്നത് ജിൻഡോ ഈ ഒരു നോമിനേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കരയുന്നൊക്കെ ഉണ്ട്. ഞാനാണോ ഈ വീട്ടിൽ ഗെയിം ഒന്നും കളിക്കാത്ത ആളെന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അത് ജിൻഡോയുടെ ഒരു ഗെയിമാണ്. കാര്യം ജിൻഡോ ഗെയിം കളിക്കുന്നത് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്ത ഗെയിം കളിക്കുന്നത്. എങ്ങനെ കണക്ട് ചെയ്യണം എന്ന രീതിയിൽ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ജിൻഡോ. അപ്പം ഇടയ്ക്കൊക്കെ കരഞ്ഞ് നമ്മൾ സമാധാനത്തിലൂടെ നിന്ന് എന്നാൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ പൊട്ടിത്തെറിച്ചു. എന്നാൽ പ്രേക്ഷകർ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു വൈബോടെ തന്നെ പോകുന്ന ഒരാളാണ് ജിൻഡോയ്ക്ക് എല്ലാ ഗെയിമും പഠിച്ച് അരച്ച് കലക്കി കൂട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ജിൻഡോ ചെയ്യുന്നതും. അപ്പോൾ ജിൻഡോ കരഞ്ഞ് പ്രേക്ഷകർക്ക് പിന്തുണ നേടിയെടുക്കാൻ ജിൻഡോ ശ്രമിച്ചിട്ടുണ്ട്. അത് സക്സസ് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ജാസ്മിൻ്റെ കാര്യം പിന്നീട് വന്ന എല്ലാവരും 1-2 പേര് ഒഴിച്ച് പിന്നീട് വന്ന എല്ലാവരും ജാസ്മിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ അതിലൂടെ ജാസ്മിനും ജയിൽ നോമിനേഷനിലേക്ക് വരികയുണ്ടായി. പക്ഷേ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജിൻഡോ പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവിടെ കരഞ്ഞുകൊണ്ട് ഒരു ഇമോഷൻ ട്രാക്ക് പിടിച്ചുകൊണ്ട് പോയി. അതേസമയം ജാസ്മിൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പട്ട എന്തൊക്കെയോ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എല്ലാവരും വെറുപ്പിക്കുക ചെയ്ത. ഒന്നാമത് പുറത്ത് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഗെയിം മാറ്റാൻ നമ്മുടെ ജാസ്മിന് താല്പര്യമില്ല. ആ ഒരു സാഹചര്യത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയും അല്ലേ, മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്, ഞാൻ ഗെയിം കളിക്കുന്നതെന്നാണോ? 50 ദിവസം കൊണ്ട് ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല. ബിഗ് ബോസ് എന്താ പറഞ്ഞത്, അതിന് നേരെ വിപരീതമല്ല ചെയ്തത് എന്ന രീതിയിൽ പറയാം. അതൊന്നും പറയാതെ ഞാനിവിടെ ജോലി ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, പിന്നെ വായി തോന്നാൻ എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അവിടെ വഴക്കുണ്ടാക്കുക ചെയ്ത്. അപ്പം വീണ്ടും ജാസ്മിൻ നെഗറ്റീവായി. ആ സമയം ജിൻഡോ അവിടെ പോസിറ്റീവായി. ഇതാണ് ഇവർ രണ്ടുപേരുടെ ഗെയിം തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ജാസ്മിൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞ, അതായത് ഇവിടെ മറ്റുള്ളവരെ വെറുപ്പിക്കാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് എൻ്റെ പേരെടുത്തത് അത് പറഞ്ഞോ, കുഴപ്പമില്ല, കറക്റ്റാണ്. മറ്റുള്ളവരെ വെറുപ്പിക്കാൻ പറ്റത്തോണ്ടാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ജിൻഡോയുടെ ഒക്കെ പേരെല്ലാം എടുക്കുന്നത്. പക്ഷേ ഇവർ ചെയ്ത നോമിനേഷൻ വെച്ച് നോക്കുമ്പോൾ, അതായത് ജോലി ചെയ്തില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്, ഇല്ലെന്നല്ല. പക്ഷേ ഈ ഒരു വീക്കിൻ്റെ വെച്ചിട്ടല്ല ബിഗ് ബോസ് നോമിനേഷൻ ചെയ്യാൻ പറഞ്ഞത്. അതാണ് ഇത് തമ്മിൽ വ്യത്യാസം അല്ലേ. പക്ഷേ ഇവിടെ ആ ഒരു വ്യത്യാസം ജാസ്മിൻ്റെ ഭാഗത്ത് ശരിയായി മാറാൻ ഉള്ളൊരു കാരണമായിരുന്നു. പക്ഷേ അത് ജാസ്മിൻ്റെ വായുടെ ആ ഒരു സംസാരം വെച്ച് തന്നെയാണ് ജാസ്മിൻ വീണ്ടും നെഗറ്റീവായത്. ഇതാണ് ജിൻഡോയും ജാസ്മിനും ഗബ്രിയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. ഇവരുടെ ഭാഗത്ത്, അതായത് ജാസ്മിൻ്റെയും ഗബ്രിയുടെ ഭാഗത്ത് ശരികളുണ്ടെങ്കിലും അത് നെഗറ്റീവായി മാറുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട്. ഇവരുടെ സംസാരം നമ്മൾ താന്നു കൊടുക്കേണ്ട സ്ഥാനത്ത് താന്നു കൊടുത്തേ പറ്റൂ, എന്നാലേ മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് ഉയരാൻ കഴിയത്തുള്ളൂ. ഇത് നമ്മൾ എല്ലാവരും ചവിട്ടി മെതിച്ചുകൊണ്ട് നമ്മൾ ഉയരാൻ സ്വയം ശ്രമിക്കും തോറും മറ്റുള്ളവർ പ്രേക്ഷകർ നമ്മളെ ചവിട്ടി താത്തുകൊണ്ടേയിരിക്കും. അതായത് വിട്ടുകൊടുക്കുക എന്നൊരു ശീലം ജാസ്മിനോ ഗബ്രിക്കോ ഇല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വിട്ടുകൊടുക്കണം. ആ വിട്ടുകൊടുക്കുന്നത് ഒരിക്കലും നമുക്ക് നെഗറ്റീവായിട്ട് വരില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ജിൻഡോ പലപ്പോഴും പല കാര്യങ്ങളും വിട്ടുകൊടുക്കുകയും പ്രേക്ഷകർ എന്താഗ്രഹിക്കുന്നു ആ രീതിയിൽ ഗെയിം കളിക്കാനും ജിൻഡോ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും അവിടെ റിയലാണ്. ജിൻഡോയെ അപേക്ഷിച്ച് ജിൻഡോ അത്ര റിയൽ അല്ല. ജിൻഡോ ഫേക്ക് തന്നെയാണ്. ജിൻഡോയുടെ ഗെയിം കളിക്കുവാണ്. പക്ഷേ ജാസ്മിനും ഗബ്രി റിയലാണ്. അവരെന്താണ് പുറത്ത് അതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതാണ് വ്യത്യാസം. എന്തായാലും എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.